ഹലോ ഗൈസ്, ഗെറ്റ് റെഡി വിത്ത് മീ ടു ഗോ ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്. ഇന്ന് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ഔട്ട്ഫിറ്റ് ഈ ഒരു വൈറ്റ് ഷർട്ട് ആൻഡ് ഡെനിം സ്കർട്ടാണ്. ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ച് പറയാം. ഇതിൻ്റെ സ്റ്റൈലിങ്ങിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഞാനിവിടെ കുറച്ച് കൊടുത്തേക്കാം. അത് നിങ്ങൾക്ക് നോക്കി അത് റെഫറൻസ് എടുക്കാം. ഓൾസോ ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുള്ളതും കൂടെ നിങ്ങൾക്ക് പറയാം. ഇത് ഞാൻ ഓഫ്ലൈനായിട്ട് ഒരു മെൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഷർട്ടാണ്. നല്ല മെറ്റീരിയലാണ്. ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ജീൻസിൻ്റെ ഒപ്പം ടാങ്ക് ടോപ്പായിട്ടിട്ടാണ് സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഓൾസോ നമുക്കിത് ഓവർ സൈസ്ഡ് ആയതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും ഇടാം, ബോഡിക്കോൺ ഡ്രസ്സിലൊക്കെ ഇടാം. ഞാൻ പിന്നെ ഇത് നീ ലെങ്ത്ത് ടോപ്പായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അന്ന് എനിക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ് കിട്ടി. ഇതൊരു ഷർട്ടാണെന്ന് പോലും പറയില്ലായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡെനിം സ്കർട്ടിൻ്റെ സ്റ്റൈലിംഗ് വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ദെൻ ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു ടോണറും മോയ്സ്ചറൈസറും സൺസ്ക്രീനുമാണ് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത്. സൺസ്ക്രീൻ ഈ അടുത്ത് മാറ്റിയതാണ്. അതിന് മുന്നേ ഞാൻ ഡീകൺസ്ട്രക്റ്റ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഗോ ടു ലിപ് ഷെയ്ഡ്സ് യൂസ് ചെയ്തു, ബ്ലഷ് യൂസ് ചെയ്തു. ഇതൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ആൻഡ് ഞാൻ ഓർണമെൻറ്റ്സ് സെലക്ട് ചെയ്തു. പേളിൻ്റെ ആക്സസറീസ് ആയിരുന്നു എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓൾസോ ഗോൾഡൻ കളറിലുള്ള ഓർണമെൻറ്റ്സ് ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു സാൻഡ്വിച്ച് സ്റ്റൈലിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡെനിം ബ്ലൂ കളർ ഹിജാബാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതും നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പെർഫ്യൂം അടിച്ചു. പ്ലമ്മിൻ്റെ ബോഡി വാനില മിസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ദെൻ ഞാൻ ലിപ്സ്റ്റിക് എടുത്ത് ബാഗിലിട്ടു പോകാൻ റെഡിയായി. അപ്പോൾ ഞാൻ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് പാർട്ടിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്, ബൈ.